നമസ്കാരം. ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലൈഫ് സ്റ്റൈലിൽ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCNA 11ാമത്തെ മാധ്യമ കോൺഫറൻസിന്റെ വിശേഷങ്ങളാണ്. നോർത്ത് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് കോൺഫറൻസിന്റെ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരവരുടെ സൗഹൃദം പങ്കുവയ്ക്കാനുള്ള, വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നെങ്കിലും അവരുടെ സൗഹൃദം പങ്കുവയ്ക്കാനോ അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു വലിയൊരു വേദിയായി മാറുകയാണ് ഇത്തരം നമ്മുടെ ഒരു IPCNA കോൺഫറൻസ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിലേക്ക് നിങ്ങളെ ഏവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് ജെറൽ ന്യൂയോർക്കിലെ മൻഹാട്ടനിലുള്ള ഫോർഡം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. എങ്ങനെ നോക്കിക്കാണും ഈ ഒരു കോൺഫറൻസ്? നല്ല കോൺഫറൻസ് ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാർ നാട്ടിലിരുന്ന് വരുവാണല്ലോ ഇവിടെ, എന്നിട്ട് എല്ലാവരും കണക്ട് ചെയ്യുന്നത് നല്ല ഒരു കണക്ഷൻ ആയിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് വളരെ ഭംഗിയായി ക്രമീകരിക്കാൻ സാധിച്ചു. എല്ലാവരോടും നന്ദിയും ആശംസകളും അറിയിക്കും. എല്ലാ കൺവെൻഷനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായ രീതിയിൽ ഏറ്റവും നാട്ടിൽ നിന്ന് ഏറ്റവും നല്ല മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ആളുകളാണ് വന്നത്. വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സമ്മേളനത്തിന് മാറ്റുകൂട്ടി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഗാല നൈറ്റിലേക്ക് എല്ലാ അതിഥികളെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 23 വർഷങ്ങളായിട്ടുള്ള എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇതാ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആയതിനു ശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ സംഘടനയെ ഏറ്റവും നല്ലതായ രീതിയിൽ നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലയളവിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരായും മാധ്യമ സ്ഥാപനങ്ങളായും അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുമായും അമേരിക്കയിലുള്ള മലയാളികളെ പരിചയപ്പെടുത്താനും ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആശയവിനിമയം നടത്താൻ ബന്ധപ്പെടാനൊക്കെ കിട്ടിയ ആ കാലത്ത് വളരെ അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ്. അന്ന് മൊബൈൽ ഫോണുമില്ല, ഇൻ്റർനെറ്റും ഇല്ല, ഫാക്സും ഇല്ല, ടെലിപ്രിൻ്ററുള്ള സമയമാണ്. എന്നെ കണ്ട അത്ര വയസ്സ് തോന്നില്ലല്ലേ, 30 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് ട്രങ്ക് ബുക്ക് ചെയ്യണം ഒരു വാർത്തയ്ക്ക്. ഇന്ന് ബുക്ക് ചെയ്ത നാളെ ആയിരിക്കും ടെലിഫോൺ കണക്ഷൻ കിട്ടുക. വാർത്ത മരിച്ചു പോയിട്ടുണ്ടോ? ഒരു കാലത്ത് വാർത്തകളെ നിങ്ങൾ അവഗണിച്ചാൽ ആ വാർത്തകൾ സംഭവിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വാർത്തകളെ അവഗണിച്ചാൽ അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നത് ഏതു ഭരണാധികാരിയും ജനാധിപത്യം അതിൻ്റെ മൂല്യങ്ങളോട് നീതി പുലർത്താൻ ഇനിയും ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് ഏതു ഭരണാധികാരിയും ഏത് മർദ്ദന ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നത് പോലെ എക്കാലവും മാധ്യമങ്ങളെയും വാർത്തകളെ അവഗണിക്കുന്നതിനും ചില വാർത്തകളെ നിറപ്പകട്ടുള്ളതാക്കുന്നതിനും ഉപയോഗിച്ചിട്ടുണ്ട്. രാജാവിൻ ചെണ്ട നീ കൊട്ടട പാടട സത്യം പറയാതിരിയട എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാതിരിക്കാം.
ഞാൻ രാജാവിനെ ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് പ്രജകളോട് സത്യം പറയാൻ ബാധ്യസ്ഥനാണ്. മലയാളത്തോടും നാടിനോടുമൊക്കെ നിങ്ങൾക്കുള്ളൊരു അഭിനിവേശം ഞങ്ങൾക്ക് പോലും പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല എന്നോർക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിനെ വളരെ സന്തോഷത്തോടെ കാണുന്നത്. ഇവിടെ വന്നപ്പോഴേക്കാണ് ഇത്രയും വലിയ ആഴത്തിൽ വേരുകളും ആൽമരം പോലെ വലിയ പടർച്ചകളും ഇത്ര വലിയൊരു പ്രസ്ഥാനമാണ് എന്നറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒന്ന് വൈബ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ ആയിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ എപ്പോഴും വളരെ പിരിമുറുക്കങ്ങളുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. ഓരോ വാർത്തകളെയും നമുക്ക് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം, എങ്ങനെ മറിക്കാം, എങ്ങനെ ഓടിക്കാം, എങ്ങനെ തിരിക്കാം എന്നുള്ളൊരു കോമ്പറ്റീഷൻ മാധ്യമ പ്രവർത്തനത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിനെ ഒരു വിവേചന ബുദ്ധിയോടുകൂടി കാണേണ്ടതുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ അമേരിക്കയിലും ഇന്ത്യയിലും എല്ലായിടത്തും ഉള്ളത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം വിളിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇത്തവണ വരാൻ കഴിഞ്ഞു. മലയാളികളായിട്ടുള്ള പത്രപ്രവർത്തകരെയൊക്കെ കാണാൻ കഴിഞ്ഞു. പ്രവർത്തകരോടൊപ്പം ബിസിനസ്സുകാർ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ഐക്യം കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നത്. പക്ഷെ എനിക്ക് തോന്നി എല്ലാ മീഡിയയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു പാർട്ടിയില്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫ്ലവേഴ്സിന് സാധിച്ചു, എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഭാഗമായി സാധിച്ചതിൽ വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം, നാട്ടിൽ നിന്ന് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചാനലിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ഒന്നിച്ച് വരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു യൂണിറ്റി. ആൻഡ് എനിക്കൊന്ന് പലതരം സെഷൻസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഇന്നലെ വിമൻ സമ്മിറ്റും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു മീഡിയയുടെ പെർസ്പെക്റ്റീവും നാട്ടിലെ മീഡിയ പെർസ്പെക്റ്റീവും കൂടെ മിക്സ് ചെയ്യുന്ന നല്ലൊരു ഒരു കൊളാബറേറ്റീവ് ഡിസ്കഷൻസ് ആയിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത് നല്ല വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം നല്ല സന്തോഷകരമാണ്. വളരെ രസകരമായ ഡിസ്കഷൻസ് നടന്നു. വളരെ രസകരമായ ക്രോസ് ഫയർ മീറ്റിങ്ങുകൾ നടന്നു. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിന് സുനിലിനെ അങ്ങേയറ്റം അനുമോദിക്കുന്നു. IPCNയുടെ എല്ലാ നേതാക്കന്മാരെയും അനുമോദിക്കുന്നു വളരെ ഭംഗിയായിട്ട് നടത്തിയതിൽ. ഈ ഫംഗ്ഷന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഫംഗ്ഷനാണ്. കാര്യം നാട്ടിൽ നിന്നുള്ള എല്ലാ പത്രക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ നമ്മൾ ആദരിക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു. അമേരിക്കയെ പറ്റി ഒരു നല്ല പെർസ്പെക്റ്റീവ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത് വലിയൊരു വിജയമായിരുന്നു, വലിയൊരു പതിവ് പോലെ വലിയ വിജയമായിരുന്നു. ഓരോ തവണയും വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺവെൻഷൻ്റെ പ്രത്യേകത. അപ്പം അടുത്ത തവണ ഇതിലും മെച്ചമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല അനുഭവമാണ്. നമ്മുടെ മീഡിയ രംഗത്തെക്കുറിച്ചുള്ള വളരെ പുതിയ പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുവാനും അത് കുറേ മനസ്സിലാക്കുവാനും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോമയുടെ കഴിഞ്ഞ ഭാരവാഹികളും ഇപ്പോഴത്തെ ഭാരവാഹികളുമാണ്, ഫോമ നയിക്കുന്നവരാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ ഞങ്ങൾ IPCNക്ക് അറിയിക്കുന്നു. സജിമോൻ ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും എന്താ പറയുക വൈബ്രൻ്റ് ആൻഡ് ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് മിസ്റ്റർ സജിമോൻ. സജിമോൻ, ഈ IPCNയുടെ 11th കോൺഫറൻസിൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കുമോ? തീർച്ചയായിട്ടും. ആദ്യം തന്നെ ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഫൊക്കാനയുടെയും IPCNയുടെയും ആശംസകൾ. 9, 10, 11 ദിവസങ്ങളിൽ നല്ലൊരു അടിപൊളി കൺവെൻഷനാണ് മിസ്റ്റർ സുനിൽ ട്രസ്റ്റാറിൻ്റെയും ഷിജോ പൗലോസിൻ്റെയും എൻറ്റയർ IPCN ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ നിന്നും മൈലുകൾക്കിപ്പുറ മലയാളത്തെയും മാധ്യമപ്രവർത്തനത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്നുള്ളത് വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർ ഇതൊരു ജോലിയായിട്ട് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് ഇതൊരു പാഷനായിട്ട് അവർ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് വളരെ തീവ്രതയോടുകൂടി
ഇതിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളതാണ്. മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഈ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും നോർത്ത് അമേരിക്കയുടെ നിരവധി സ്റ്റേറ്റുകളിൽ നിന്നും നിരവധി മാധ്യമ, രാഷ്ട്രീയ, സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആവശ്യമോ അവ എത്ര കാലം കൂടി ഉണ്ടാകും? ഞാൻ ഓരോരുത്തരായി ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരളത്തിൽ ഒരു സാഹചര്യത്തെ നേരിടാൻ അവർ സ്വയം പര്യാപ്തരാക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് പ്രിൻറ്റിന് നഷ്ടപ്പെട്ട ഒരു പദവി എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നതിൽ നിന്ന് പ്രിൻ്റ് മീഡിയ മാറി. പത്രം വായിച്ചിട്ട് അല്ല ആളുകൾ ആദ്യം കാര്യം അറിയുന്നത്. നേരത്തെ നമുക്ക് രാവിലെ പത്രം വായിച്ചാൽ ആയിരുന്നു ആദ്യം കാര്യം അറിയുന്നത്. അതിൽ നിന്നായിരുന്നു ചർച്ചകളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടെലിവിഷനാണ്, അല്ലെങ്കിൽ ഡിജിറ്റലാണ്, ചിലപ്പോൾ സോഷ്യൽ മീഡിയയുമാണ്. ആദ്യമായിട്ട് നമുക്കൊരു വിവരം കിട്ടുന്നത് അവിടെ നിന്ന്. ചിലർ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ട്രോളായിട്ടോ മീമായിട്ടോ ആയിരിക്കും കാണുന്നത്. അതിന് ശേഷം അന്വേഷിച്ച് പോയിട്ടാണ് ശരിക്കുള്ള ഒറിജിനൽ വാർത്ത ചിലപ്പോൾ നമ്മൾ കാണുന്നത്. പഴയതുപോലെ ദൈനംദിനം പത്രം മറിച്ച് നോക്കി വായിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് അകന്നുപോയി. കാരണം ഓരോ നിമിഷവും നമ്മുടെ ഫ്ലാഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതിൽ കൂടുതലൊന്നും പത്രങ്ങൾക്ക് തരാനില്ല. പിന്നെ ഈ പത്രം അനാദികാലം ഇങ്ങനെ തന്നെ പ്രിൻ്റ് മീഡിയ നിലനിൽക്കണമെന്ന് ഒരു വാശിയും എനിക്കില്ല. ഏകദേശം ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ആ ചർച്ച ഇന്നോളം അവസാനിക്കുന്നില്ല. ഇപ്പോഴും പത്രങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ടെലിവിഷൻ പ്രിൻ്റ് മാധ്യമത്തിന് വെല്ലുവിളിയാകുമോ എന്നായിരുന്നു അന്നത്തെ ചർച്ച. ആ ചർച്ചകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 30 കൊല്ലമായി. ഈ 30 കൊല്ലവും നമ്മൾ പത്രങ്ങൾ നിലനിന്ന് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു ആയുർദൈർഘ്യം കൂടുതലുള്ള കേരളത്തിൽ ഇനിയൊരു 30 കൊല്ലം കൂടി ഈ ചർച്ചയും ഈ പ്രിന്റ് മാധ്യമങ്ങളും പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അമേരിക്കൻ മലയാളികൾക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള അമേരിക്കൻ മലയാളികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മുടെ മലയാളി അടുത്ത തലമുറയിലേക്ക് പിടിച്ചുയർത്താൻ നമുക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു ഘട്ടമായിട്ടാണ് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഫ്ലവേഴ്സ് TV ആരംഭിച്ച സിംഗ് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് റിയാലിറ്റി ഷോ, അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡാൻസ്, ഇവിടുന്നുള്ള അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളെ വെച്ചിട്ടുള്ള ലെറ്റ്സ് ഡാൻസ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഏകദേശം ഫ്ലവേഴ്സിൻ്റെ തന്നെ മെയിൻ ചാനലിൽ 2024 2024 അവരുടെ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട്, അതായത് റിപ്പബ്ലിക് ഡേയുടെ 6 hours ഇവൻ്റായിട്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ചെയ്ത അത്തരം ഒരു പ്രോഗ്രാം, ഒരു റിയാലിറ്റി ഷോ ടെലികാസ്റ്റ് ചെയ്യിച്ചു എന്നുള്ളതും മാത്രമല്ല ശ്രീകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ളവർ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല ജഡ്ജസ് പാനൽ ലൈക്ക് ആശ ശരത്ത് അങ്ങനെയുള്ളവരെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നുള്ളൊരു ഷോ ഇവിടെ നമ്മുടെ നാട്ടിലെ റിയാലിറ്റി ഷോടൊപ്പം തന്നെ നടത്താൻ സാധിച്ചെന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയിലുള്ള മലയാളികളെ മലയാള മാധ്യമങ്ങളോട് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് ഞാനും സുനിലും അങ്ങനെ ഇതുമായിട്ട് ഫുൾ ടൈം പ്രവർത്തിക്കുന്നവർ ഇപ്പം ജോസ് ഉണ്ട്, അങ്ങനത്തെ ഉള്ളവർ ശ്രമിക്കുന്നതും. അത് ഞാൻ ഈ ഒരു ഐസ് ബ്രേക്ക് നമ്മളെല്ലാ ന്യൂസ് ചാനലിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു പ്രോഗ്രാം ചാനൽ ഇവിടുത്തെ മലയാളികളെ നമുക്ക് എങ്ങനെ നിർത്താം? ഞങ്ങൾ വീക്ക്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷോസ് ഉണ്ട്, അമേരിക്കൻ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റികളുടെ കമ്മ്യൂണിറ്റി ഷോസാണ് 1/2 മണിക്കൂർ ഞങ്ങൾ അതിലൂടെ അത് ഫീച്ചർ ചെയ്യുന്നത്.
ഇവിടെ എന്തൊക്കെ അമേരിക്കൻ മലയാളികളിൽ നടക്കുന്നുണ്ടോ അതൊക്കെ ലോകമെങ്ങുമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. പല IPCNA കോൺഫറൻസുകളിലും സാറിൻ്റെ പ്രസൻസ് ആ കൺവെൻഷന് ഒത്തിരി എന്താ പറഞ്ഞാൽ മികവേകിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ MD നസീറൻ സാറിനോടൊപ്പമുള്ള വേദികൾ പലപ്പോഴും പങ്കിടുകയും പല ചർച്ചകൾ സജീവമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഈ ഒരു കോൺഫറൻസിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തും? ഞാനിപ്പോൾ കൺവെൻഷൻ്റെ തന്നെ 4ാമത്തെ കൺവെൻഷനാണ്. അതുകൂടാതെ IPCNA മാധ്യമശ്രീ അവാർഡ് വാങ്ങാൻ വേണ്ടി ന്യൂയോർക്കിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് IPCNA 5ാമത്തെ ഫംഗ്ഷനാണെന്ന് പറയാം. ഓരോ തവണയും എനിക്കൊരു നല്ല അനുഭവം തന്നെയാണ് ഈ കൺവെൻഷൻ തന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പിന്തുടരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ചും ചോദിക്കുന്നതും അവർക്കറിയാനുള്ളൊരു കൗതുകവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിനോടുള്ള ആ ഒരു കൂറും ആ സാംസ്കാരിക ജീവിതത്തോടുള്ള ഒരു താല്പര്യവും അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ പിന്നെയും നമ്മളിവിടെ കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയണം. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടന്ന നമ്മുടെ IPCNA ഒരു കൺവെൻഷൻ? എന്തായാലും ഗംഭീരമായിരുന്നു. ഇവിടെ നമ്മളെടുത്ത വിഷയങ്ങൾ, അതിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ, ഓരോരോ വിഷയങ്ങളും കാലിക പ്രസക്തമായിരുന്നു. മലയാള മാധ്യമരംഗത്ത് മാത്രമല്ല ഇന്ത്യൻ മാധ്യമരംഗത്തും ആഗോള മാധ്യമരംഗത്തും ഉണ്ടാകുന്ന പുതിയ ട്രെൻഡുകൾ, നേരിടുന്ന വെല്ലുവിളികൾ, അങ്ങനെ കാലിക പ്രസക്തമായ ആധുനികമായ കുറേയധികം വിഷയങ്ങൾ നമ്മൾ 6-7 വിഷയങ്ങൾ നമ്മൾ ഡിബേറ്റ് ചെയ്തു. വലിയ കാണികളുടെ വലിയ പങ്കാളിത്തം അതിലുണ്ടായി, അവരുടെ ചോദ്യങ്ങളുണ്ടായി. ഏറ്റവും ക്രിയേറ്റീവായ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ക്രിയേറ്റീവായ വളരെ കണ്ടന്റ് നിറഞ്ഞ ഒരു സെമിനാർ എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ ഒരു മാധ്യമത്തോടുള്ള ഒരു പാഷൻ എങ്ങനെ നോക്കിയാണ്? ഒരുപാട് അതിശയത്തോടെയാണ് ഞാനത് നോക്കിക്കണ്ടത്. കാരണം പ്രധാനമായും മറ്റ് പല ജോലികളും ചെയ്യുമ്പോഴും മാധ്യമ പ്രവർത്തനം അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നത് എന്നെ ഒരുപാട് അതിശയപ്പെടുത്തിയ ഒരു കാര്യമാണ്. മാത്രമല്ല എത്രത്തോളം ആവേശകരമായി മാധ്യമപ്രവർത്തനത്തെ സമീപിക്കുന്നു എന്നതും ഒരുപാട് സന്തോഷവും അഭിമാനവും തരുന്ന കാര്യം തന്നെയാണ്. ഇന്നിവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച സുനിൽ ട്രൈസ്റ്റാർ, ഷിജോ, മധു കൊട്ടാരക്കര എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാ മാധ്യമപ്രവർത്തകരും വളരെ നല്ല ആളുകളാണ്. അവർ വളരെ നന്നായി സംസാരിച്ചു. ഞാൻ ആലപ്പുഴ നെഹ്റു കപ്പ് വള്ളംകളി കാണാറുണ്ട്, തൃശ്ശൂർ പൂരം കാണാറുണ്ട്. അതൊക്കെ മേലെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCNA ന്യൂജേഴ്സിയിൽ നടന്ന 11ാമത് കൺവെൻഷൻ ഇത്രയും ജനകീയമായിട്ട്, ഇത്രയും ആസ്വാദകരമായിട്ട്, ഞാൻ പറയാണ് ഹൃദയത്തിൽ എക്കാലവും ഓർക്കാവുന്ന ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് അത് പര്യവസാനിച്ചു. അടിപൊളിയായിരുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ അനിയൻ ജോർജ് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ പ്രതീതിയായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ സെഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും റിയലി എൻജോയ് ചെയ്തു. പ്രാവശ്യം വളരെ നന്നായിരുന്നു. ബട്ട് വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ ടു ബി റൺ ബൈ രാജുപാൽ. ഒരുപക്ഷെ മലയാള ടെലിവിഷൻ ന്യൂസ് ചാനലുകൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നിർണായകമായ നേതൃപദവി അലങ്കരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള നിരവധി വ്യക്തികളെയാണ് കേരളത്തിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക്, അമേരിക്കയിലേക്ക് ഞങ്ങൾ അതിഥികളായി ക്ഷണിച്ച് അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഈ മലയാളത്തിലെ മാധ്യമങ്ങളോട്, മലയാളത്തോട് കാണിക്കുന്ന കൂറിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. മാധ്യമരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയവരെ മീഡിയ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ഈ വർഷത്തെ കോൺഫറൻസ് വളരെ ഭംഗിയായിട്ട് പോയി. നല്ല ക്രൗഡായിരുന്നു ഇന്നത്തെ എല്ലാ അവാർഡ് ദാനങ്ങളുടെ ഭംഗിയായിരുന്നു. നമ്മുടെ MP മാരും നമ്മുടെ MLAയും
നാട്ടിൽ നിന്ന് വന്ന മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ വളരെ നല്ലതായിട്ടുള്ള അവരുടെ ഒരു എഡ്യൂക്കേഷണൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് കിട്ടി. How do you face the criticism? Obviously we all face criticism when we say the truth. How do you face it? ക്രിറ്റിസിസം എന്ന് പറയുന്നതിനെ നമ്മൾ അപ്രീസിയേഷൻ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് ആണ് എൻ്റെ കീ. ക്രിറ്റിസിസത്തെ ഞാൻ അതേ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. അതിനകത്ത് നിന്ന് നല്ല ടേക്സ് ഉണ്ടെങ്കിൽ ആ ടേക്സ് എടുക്കും, കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും, വിട്ടുകളയേണ്ടതാണെങ്കിൽ വിട്ടുകളയും. അത് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്ത് നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതിരിക്കുക ക്രിറ്റിസിസത്തെ. അതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, തിരുത്തുക, മോശം കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ശ്രീകണ്ഠനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇതിൻ്റെ ആരംഭകാലം തൊട്ട് ഞങ്ങളൊരു അംഗമെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ഒരു ഉപദേശകനാണ്, ഞങ്ങളുടെ ഒരു ഗുരുവാണ് ഈ കാര്യങ്ങൾ. ഞങ്ങളുടെ ഈ സംഘടനയുടെ വളർച്ചയിലും ഓരോ പടവുകളിലും ഞങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നുകൊണ്ടിരുന്ന വ്യക്തികളിൽ ഒരാളാണ്. കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒരുവിധമെല്ലാം ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ തീർച്ചയായിട്ടും മാധ്യമശ്രീ ഞങ്ങൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് എന്നേക്കാൾ മുമ്പ് കൊടുക്കേണ്ട ആൾക്കാർ നിങ്ങൾ കൊടുത്തു തീർക്കൂ, ഞാൻ എപ്പോൾ വേണേലും ഞാൻ ഈ സംഘടനയുടെ കൂടെയുണ്ട്, അതുകൊണ്ട് അപ്പം ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത് വൈകിപ്പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം തന്നെ ഞങ്ങൾ ഈ സംഘടനയ്ക്ക് എല്ലാ കാലത്തും അതൊരു ഞങ്ങൾക്ക് ശക്തി വരുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ട് തരത്തിലാണ് ഞാനിതിനെ കാണുന്ന. മനസ്സ് നിറയെ ആഹ്ലാദമാണ്, രണ്ട് അഭിമാനമാണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും തോന്നുന്നതെന്ന് ചോദിച്ചാൽ, മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക. ഇവിടെ ജീവിക്കുന്ന ആളുകൾ ഭൂമിയുടെ മറ്റൊരു മറുഭാഗത്താണ് താമസിക്കുന്നത്. അമേരിക്ക പോലൊരു സ്ഥലത്ത് ജീവിതക്രമങ്ങളുടെ അതിവേഗതയിൽ ജീവിക്കുമ്പോഴും മലയാളം എന്ന ഭാഷയോട്, കേരളം എന്ന നാടിനോട് ഇവിടുത്തെ പ്രവാസി സമൂഹം സൂക്ഷിക്കുന്ന സ്നേഹം, മമത, അഭിനിവേശം, അതെല്ലാമാണ് ഈ ഒത്തുചേരലിൻ്റെ ഏറ്റവും ആധാരമായ സൗന്ദര്യം എന്ന് ഞാൻ കരുതുന്നു. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കണക്കും അതുപോലെ തന്നെ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു സെഷനായിട്ട് തന്നെ ഇതിനെ കാണുന്നു. വളരെ നല്ലൊരു അനുഭവം. അപ്പം എല്ലാവിധ ആശംസകളും ഞാൻ ഈ കൺവെൻഷന് കാനഡ ചാപ്റ്ററിൻ്റെ പേരിൽ പ്രത്യേകം പറയുകയാണ്. കൾച്ചറൽ സംഘടനയെ പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഇപ്പം ഇങ്ങനെയുള്ള ഒരു വേദിയിൽ വരുമ്പോൾ എല്ലാവരെയും പഴയ സുഹൃത്തുക്കളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും അതോടൊപ്പം മാധ്യമങ്ങൾക്ക് നടത്തുന്ന ആ പ്രവർത്തനങ്ങളിൽ അവരുടെ ഭാഗവത്താക്കുവാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. IPCN കോൺഫറൻസിൻ്റെ വനിതാ സാന്നിധ്യം, വനിതാ പ്രതിനിധികളാണ്. ആശ, എങ്ങനെ പോയി ഇന്നത്തെ ഒരു കോൺഫറൻസ്? ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ബീങ് എ പാർട്ട് ഓഫ് ദി എക്സിക്യൂട്ടീവ് ബോർഡ്, ഐ ഫെൽറ്റ് ദാറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. സുനിൽ ആൻഡ് ടീം, എക്സിക്യൂട്ടീവ് ടീം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു പ്രോഗ്രാം. അതുപോലെ സാധാരണക്കാരനും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അവിടെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 1-2 കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തതിൽ ദിസ് വാസ് ദ ബെസ്റ്റ്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നാട്ടിലെ തീപ്പൊരി പാറിക്കുന്ന ആങ്കേഴ്സിനെ കാണാനും പരിചയപ്പെടാനും പറ്റി. പിന്നെ അവരുടെ എല്ലാം ഒരു ഒത്തൊരുമ നമുക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയ ഒരു കാര്യം കൂടെയാണ്. കേരളത്തിൽ നിന്നുള്ള മാധ്യമ ശ്രേഷ്ഠരെ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു IPCN കോൺഫറൻസ് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. ചർച്ചകളുമെല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഏറ്റവും നല്ലൊരു കോൺഫറൻസ് സുനിൽ ട്രൈസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് നടത്താൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല,
നാട്ടിലെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ എല്ലാ പ്രാവശ്യത്തേക്കായി അപേക്ഷിച്ച് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന മീഡിയയിൽ നിന്ന് പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരെ നമുക്കിവിടെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. സുനിൽ ട്രൈസ്റ്റർ, അതായത് IPCNA 11th കോൺഫറൻസിൻ്റെ ചുക്കാൻ പിടിച്ച പ്രസിഡന്റ്, ഏറെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടും കൂടി ആയിരിക്കുമല്ലോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു 3 ദിവസങ്ങളായിട്ട് നടന്ന സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കോൺഫറൻസ്? തീർച്ചയായിട്ടും ഒരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഈ സംഘടനയെ എല്ലാ തലത്തിലും വളരെ നല്ല പ്രോഗ്രാമുകൾ നടത്തി ട്രെയിനിങ് നടത്താനും മാധ്യമശ്രീ അവാർഡ് നടത്താനും ഇന്നിപ്പോൾ അതിൻ്റെ പരിപൂർണതയിലെത്തി. ഇന്ന് ന്യൂജേഴ്സിയിലെ ഷെറാട്ടൺ എഡിഷൻ ഹോട്ടലിൽ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് പടിയിറങ്ങുന്നത്. കാരണം 2-3 ദിവസമായി നടന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഏറ്റവും പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയും വരാൻ പോകുന്ന ഭാരവാഹികൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. IPCNA പുതിയ പ്രസിഡന്റായി രാജു പള്ളത്ത് ചുമതലയേറ്റു. ഇന്ന് 2 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം സുനിൽ ട്രൈസ്റ്റാർ ഭദ്രദീപം കൊളുത്തി രാജു പള്ളത്തിന് കൈമാറുകയും അദ്ദേഹം നിലവിളക്ക് കത്തിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് രാജു പള്ളത്തിനെ ഇതിൻ്റെ മുൻനിരയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സുനിൽ ട്രൈസ്റ്റാർ. വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് നിലവിളക്ക് കൊളുത്തി ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഫ്ലവേഴ്സ് TV USA അമേരിക്കയിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഫ്ലവേഴ്സ് ലെസ് ഡാൻസ് അമേരിക്ക എന്ന ഷോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അതിന്റെ പ്രൊമോയുടെ ലോഞ്ചാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ മാധ്യമ കൂട്ടായ്മയായ IPCNA 11th കൺവെൻഷൻ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. തീർച്ചയായിട്ടും വന്നവർക്കെല്ലാം ഏറെ വലിയ നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു കോൺഫറൻസ്. അപ്പം അടുത്ത കോൺഫറൻസിൽ എല്ലാവർക്കും പരസ്പരം വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും ഒക്കെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു ആശംസയുണ്ട്. ഒപ്പം ഫ്ലവേഴ്സ് TVക്കും ഇതിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ന്യൂയോർക്കിലെ ഫ്ലവേഴ്സ് TV പ്രൊഡക്ഷൻ ഹെഡ് ബിനു തോമസിനോടൊപ്പം ബിജു സക്രിയ, ഫ്ലവേഴ്സ് TV USA. IPCNA കോൺഫറൻസിന്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ ടേസ്റ്റ് ഓഫ് കേരള അമേരിക്കൻ ലൈഫ് സ്റ്റൈലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ഷാന മോഹൻ സൈനിങ് ഓഫ്. ബൈ. Taste of Kerala Kettle Cook Snacks. Available online and in your neighborhood Indian stores. Kerala Plantain Chips. Crunchy Pakavada. Ripe Plantain Chips. Corn Chili Mixture. Malabar Mixture. Sharkara Uperi. Banana Chips. Masala Peanut. Kerala Hot Mixture. Choose any 6 snacks only $29.99. Free shipping anywhere in USA. Buy online at buyonwheels.com. Enjoy authentic taste with Taste of Kerala Kettle Cook Snacks. JS Consulting Services. JS Consulting. അതേന്നേ, ജോസേട്ടന്റെ ഓഫീസിൽ എല്ലാവരുടെയും ഇത്തരം വർക്കൊക്കെ അവരാ ചെയ്യുന്നത്. OCA സർവീസസ്, ഇന്ത്യൻ പാസ്പോർട്ട്, വിസ സർവീസസ് തുടങ്ങി US സിറ്റിസൺഷിപ്പ്, ഗ്രീൻ കാർഡ്, US ഇമിഗ്രേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും. ഇതും പോരാഞ്ഞിട്ട് നാട്ടിലെത്തുന്ന വിദേശ മലയാളികൾക്ക് വേണ്ടി ഇവരുടെ സർവീസ് നാട്ടിൽ ലഭ്യമാണ്. അത് കൊള്ളാമല്ലോ. അങ്ങനെയെങ്കിൽ ഇനി JS Consulting തന്നെ. ഉറപ്പിച്ചു. JS Consulting Services. Contact 847-527-7760. www.jsconsultingusa.com. Job Joseph Agency. Farmers Insurance Agent. Insurance service in Chicagoland area. Covering auto, home, life, commercial insurance, and much more. For all your insurance needs in Chicagoland area,
please call Job Joseph at 847-966-7990. Job Joseph Agency, 9138 Waukegan Road, Morton Grove, Illinois. Action Crash Auto Body and Paint. We provide the best service in collision repair, custom paint and body, dealer license, insurance claims, hail damage, foreign car sales, free towing. Located at 3201 South Belkline Road, Mesquite, Texas. For more details, please call Kunjumon at 469-422-5537. Free pickup and drop off. All your auto body and paint solutions. Action Crash, Mesquite, Texas.